ദേഷ്യം കത്തണ് ഇടീ പടവലങ്കാരി നിന്റെ മോളേട്ടല്ലോ ഞാൻ പൊക്കറ്റ് നിന്റെ തലയടിച്ചു തരും. അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടച്ചാ. മക്കളെ വിശന്നിട്ടല്ലേടാ. ഫുഡ് റെഡി എല്ലാരും വാ, ഫുഡ് റെഡി. എന്താ ജി ഫുഡ് റെഡിയാ? ഇതും കൊണ്ട് അങ്ങോട്ട് പോ, ഇതും കൊണ്ട് അങ്ങോട്ട് പോ. അവിടെ എത്തിയിട്ട് തരാം. ഓ അതെ, ഞാൻ ഒരു കാര്യം പറയാം. എല്ലാരും കഴിച്ചിട്ട് കൊള്ളൂലെങ്കിൽ കൊള്ളൂലെന്ന് തന്നെ പറയണോട്ടാ. എന്റെ കാശ് മുടക്കി ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് തന്നോളാം. അവിടെ കൂടെ കൊടു. ഇവിടെ കുറച്ച് ചോറ് ആദ്യം സാമ്പാർ. അത് വേണോ? അല്ല പരീക്ഷണമല്ല വെച്ചാ നോക്കാം. കഴിക്ക്. എങ്ങനെയുണ്ട് അച്ഛാ? സാമ്പാർ കൊള്ളാം. കൊള്ളാം. അപ്പൊ സാമ്പാർ സേഫ്. അടുത്തത് കുമ്പളങ്ങ കറി. ക്യാബേജ് ഞാൻ ഉപേക്ഷിച്ച്, അതുകൊണ്ട് ഞാൻ കുമ്പളങ്ങ കറിയാണ് ഉണ്ടാക്കി. എന്താ അച്ഛാ? എന്താ ഒരുവിധം ഒപ്പിച്ചു കേട്ടാ. പരദേവതകള് കാത്തേ. അല്ല ഒരബദ്ധം ആർക്കും പറ്റുമല്ലോ ലച്ചു. ഇത് കൊള്ളാം. ഇതൊക്കെ ആ തൊണ്ടേന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് ഞാൻ സ്പെഷ്യല് മീൻകറി കൊണ്ടുവരാം. മക്കളെ ഇത്രയും നന്നായി. നീ അതുകൂടെ കൊണ്ടുവന്ന് അലമ്പാക്കണോ? അത് പറ്റില്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. നിങ്ങൾ കഴിച്ചേ പറ്റൂ. അല്ല ലച്ചു ഒന്നും പറയണ്ട, കഴിച്ചേ പറ്റൂ. ചേച്ചി വെറുതെ കലാപക്കറി ഇറക്കി കളവാക്കണോ? കലാപക്കറി ഇറക്കി കുളവാക്കണോ? ഐറ്റം റെഡി. ഞാൻ തന്നെ ആദ്യം പോട്ടതല്ലേ മോളിൽ? ഞാൻ തന്നെ പോട്ടതല്ലേ? കുറച്ച് ചാറ് ഒഴി, കുറച്ച് ചാറ് ഒഴി. ചേച്ചി ചേച്ചി കുറച്ച് ചാറും കുറച്ച് പീസും. ഒരു മിനിറ്റ്, ഒരു എന്റെ കുഞ്ഞിനൊന്നും കൊടുക്കട്ടെ. ലച്ചുവേ പൊളിച്ച് കേട്ടാ. മീൻകറിയുടെ കാര്യത്തില് നീ നിന്റെ അമ്മയെ തോപ്പിച്ച്. സൂപ്പർ ബ്രോ. ഒരു പീസും കൂടി പൊളി ബ്രോ. ഒരു പീസ് മതി. സൂപ്പർ. മകളെ വന്ന് കഴിക്കുവാ. ഇല്ല, നിങ്ങൾ സന്തോഷത്തോടെ കഴിക്കാം. അപ്പൊ എന്നെ വയറ് പറയും. ആകളെ ഇല്ല, അച്ഛൻ കഴിച്ചോ? മക്കളാണ് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഒരു ഉരുള. മക്കൾ പിന്നെ മക്കളെ ചക്കര കഴി. സൂപ്പർ സൂപ്പർ. അയ്യോ അച്ഛാ, ഈ മീൻകറിക്ക് ഒരു പേരിടണം. ഈ ചിക്കൻ പൊട്ടിത്തെറിച്ചെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു പേര്. പേര് കിട്ടി. അയല അഹങ്കാരം പിടിച്ച്. കേശുവേ ചുമ്മാ കഴിക്കണ കേശു. എന്തോ കറി വേണോ? അത് മീൻകറി കൊടുക്കാൻ മക്കൾ ലച്ചു. പക്ഷേ ഈ കുമ്പളങ്ങക്കറിക്ക് എന്തോ മിണ്ടാതിരുന്ന് കഴിച്ചോളാം. ഞാൻ കണക്കാക്കിയിരിക്കുവായിരുന്നു.